അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലൻ തജിദ ലഹു വലിയ്യൻ മുർശിദാ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ഖസ്സനാ ബിഖൈരി കിതാബിൻ ഉൻസിൽ വകറമനാ ബിഖൈരി നബിയ്യിൻ ഉർസിൽ വജഅലനാ ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് നഅ്മുറു ബിൽ മഅറൂഫി വനൻഹാ അനിൽ മുൻകരി വനുഅ്മിനു ബില്ലാഹ് വഅശ്ഹദു അന്ന സയ്യിദനാ വഹബീബനാ വമുൻജീനാ വമുർശിദനാ വമുസ്തഫാനാ വഖാഇദനാ വഉസ്വതനാ വമുഅല്ലിമനാ മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. اتقوا الله عباد الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരീ സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി അർഹമുർ റഹീമിനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ നമ്മളോട് വിട പറയുകയാണ്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. കഴിഞ്ഞുപോയ രാപ്പകലുകളിലെ നമ്മുടെ മുഴുവൻ ഇബാദത്തുകളും അനുഷ്ഠാന കർമ്മങ്ങളും സദഖകളുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. വരുന്ന ഏതാനും രാപ്പകലുകൾ പരമാവധി ഫലപ്രദമായി വിനിയോഗിക്കുവാൻ നാം ശ്രദ്ധിക്കുക. കരുണാവാനിധിയായ നാഥൻ നമ്മെ അതിന് തുണക്കുമാറാകട്ടെ. നമുക്കറിയാം, കഴിഞ്ഞ 28 ദിവസങ്ങളായി മിക്കവാറും സമയങ്ങളിലൊക്കെ അള്ളാഹുവിനെ ഓർത്തും അള്ളാഹുവിന് വേണ്ടി ഇബാദത്തുകൾ അനുഷ്ഠിച്ചും നമസ്കാരങ്ങൾ നിർവഹിച്ചും നോമ്പെടുത്തും ദിക്റുകളും സലാത്തുകളും തസ്ബീഹുകളും തക്ബീറുകളും തഹ്മീദുകളും തഹ്ലീലുകളുമെല്ലാം ഉരുവിട്ടും
അതോടൊപ്പം തന്നെ സമ്പത്തിൽ നിന്ന് സക്കാത്തായിട്ടും ദാനധർമ്മങ്ങളായിട്ടും ആളുകൾക്ക് മനസ്സ് തുറന്ന് നൽകിയും അങ്ങനെ നിരവധി കർമ്മങ്ങളാണ്, പുണ്യകർമ്മങ്ങളാണ്, നന്മകളാണ്, ഹസനാത്തുകളാണ് നമ്മൾ ചെയ്തു കൂട്ടിയത്. അത് അള്ളാഹു പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തത്, അള്ളാഹുവിൻ്റെ ഇഷ്ടപ്രകാരമാണ് നമ്മൾ ചെയ്തത് എന്നതൊക്കെ ശരിയാണ്. എന്നാൽ പോലും ഇനിയുള്ള രാപ്പകലുകളിൽ നാം ചെയ്ത ആ അമലുകൾ, സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കേണ്ടതുണ്ട്. അത് റമദാനിൽ മാത്രമല്ല, എല്ലായ്പ്പോഴും നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതെത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാകണമേ തമ്പുരാനെ എന്ന് ഒരു വിശ്വാസി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അത് വിശ്വാസിയുടെ പ്രാർത്ഥനാ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കും, നോമ്പെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ കൽപ്പിച്ചതാണ്, കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്ന് അല്ലാഹ് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹ് കൽപ്പിച്ച കാര്യമാണ് നമ്മൾ അല്ലാഹ് കൽപ്പിച്ചതിൻ്റെ പേരിൽ നമ്മൾ ചെയ്തത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കും, അല്ലെങ്കിൽ അത് സ്വീകരിക്കണം, അല്ലാഹ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത് എന്നൊക്കെയുള്ള ചിന്ത ഒരു പക്ഷേ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകണമേ എന്ന പ്രാർത്ഥന ഒരു പക്ഷേ നമ്മളിൽ പലരും ചെയ്തു കാണാൻ സാധ്യതയില്ല. ഒരു പരിധിവരെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് തന്നെ നമസ്കാരത്തിന് ശേഷം പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുക്കുമ്പോഴും ഒക്കെയാണ് പലപ്പോഴും നമ്മൾ പ്രാർത്ഥനകൾ നിർവഹിക്കാറുള്ളത്. അദ്ദേഹം നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇമാം റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം എന്ന് പറയുമ്പോൾ നമ്മൾ ആമീൻ പറയുന്നു എന്നതൊഴിച്ചു നിർത്തിയാൽ, ഹൃദയത്തിൽ തട്ടുന്ന വിധം പടച്ച തമ്പുരാനെ ഇത് നീ എന്നിൽ നിന്ന് അല്ലെങ്കിൽ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകണമേ എന്ന ഒരു പ്രാർത്ഥന പലപ്പോഴും വ്യക്തിതലത്തിൽ എത്രത്തോളം നടത്തുന്നുണ്ട് എന്ന് എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ഒന്ന് ആലോചിക്കണം. എന്ത് സൽക്കർമ്മം ചെയ്താലും, എന്ത് നന്മ ചെയ്താലും, അത് അള്ളാഹു കൽപ്പിച്ചതാണെങ്കിലും പ്രത്യേകം കൽപ്പിച്ചതാണെങ്കിലും കൽപ്പിച്ചതല്ലെങ്കിലും നമ്മളത് ചെയ്തതിന് ശേഷം അത് എത്ര ചെറുതാണെങ്കിലും അതെത്ര വലുതാണെങ്കിലും ചെയ്തതിന് ശേഷം തഖബ്ബൽ മിന്ന അല്ലെങ്കിൽ എന്നിൽ നിന്ന് ഞങ്ങളിൽ നിന്ന് ഇത് നീ സ്വീകരിക്കണമേ തമ്പുരാനെ എന്ന് വിശ്വാസി അതിനൊരു ബാക്ക് സപ്പോർട്ടായിട്ട് ഈ പ്രാർത്ഥന കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അത് ഒരു കൾച്ചറാണ് നമ്മുടെ, അത് നമ്മുടെ ഒരു സംസ്കാരമാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ആ സംസ്കാരത്തിൻ്റെ ആദ്യത്തെ നായകൻ എന്ന് പറയുന്നത്. അഥവാ നമുക്കറിയാം, പരിശുദ്ധ കഅബ ഷരീഫ്, മസ്ജിദുൽ ഹറം, കഅബ, ആ കഅബ നിർമ്മാണം നിർവഹിച്ചത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. കഅബ നിർമ്മാണം നിർവഹിച്ചത്, പുനർനിർമ്മാണം നിർവഹിച്ചതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആദ്യമായി കഅബ നിർമ്മിച്ച ആളല്ല ഇബ്രാഹിം നബി. അവിടെ കഅബ ഉണ്ടായിരുന്നു. പിന്നീട് അത് ചരിത്രപരമായി അത് മൂടപ്പെട്ടു പോയപ്പോൾ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ലൊക്കേഷൻ നിർണ്ണയിച്ചു കൊടുത്തതാണ് കഅബ ഷരീഫ് എന്ന് പറയുന്നത്. ഇബ്രാഹിം നബിക്ക് അറിയില്ലായിരുന്നു ഇത് എവിടെയാണ് എന്നുള്ളത്. അതുകൊണ്ട് അള്ളാഹു തന്നെ സ്ഥാനനിർണയം ചെയ്തു കൊടുത്ത്, സ്ഥാനം കണ്ടു കൊടുത്ത് അവിടെ പടുത്തുയർത്താൻ അല്ലാഹ് കൽപ്പിച്ചതാണ്. വിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 127-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. വൈദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദൽ ബൈത്ത്, അഥവാ ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിലും കൂടി ആ മന്ദിരത്തിൻ്റെ ഭിത്തികൾ പടുത്തുയർത്തവേ, 127-ാം വചനം നോക്കിയാൽ നമുക്ക് കാണാം, അവർ പ്രാർത്ഥിച്ചു, റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം. ആ പ്രാർത്ഥനയാണ് നമ്മൾ ആ നിലക്ക് നടത്തുന്നത്. ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കൂടി ആ അല്ലാഹ് കാണിച്ചു കൊടുത്ത് അല്ലാഹ് പണിയാൻ കൽപ്പിച്ച സാധനം പണിത് അത് അല്ലാഹ് സ്വാഭാവികമായിട്ട് സ്വീകരിക്കേണ്ടതല്ലേ. ആ പണി അങ്ങോട്ട് പൂർത്തിയാക്കിയാൽ മതിയല്ലോ. ഞങ്ങൾ ഈ പണി പൂർത്തിയാക്കിയിരിക്കുന്നു നാഥാ എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ അതിന് പകരം മാറി നിന്ന് അതിൻ്റെ നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം, അത് പടുത്തുയർത്തപ്പെട്ടതിന് ശേഷം
ആ ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ നബിയും കൂടി പ്രാർത്ഥിച്ചതാണ് റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ഇത് നീ സ്വീകരിക്കുമാറാകണമേ. അല്ല പറഞ്ഞിട്ട് ചെയ്തതാണല്ലോ, അല്ല കൽപ്പിച്ചിട്ട് ചെയ്തതാണല്ലോ. എന്നിട്ട് പോലും അത് അല്ല സ്വാഭാവികമായിട്ട് സ്വീകരിക്കേണ്ടതാണല്ലോ. എന്നിട്ട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവർ ഇരുവരും കൈ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്, തഖബ്ബൽ മിന്നാ, ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാകണമേ. ഇന്നക അൻത സമീഉൽ അലീം, നീ കേൾക്കുന്നവനാണല്ലോ, നീ എല്ലാം കേൾക്കുന്നവനാണല്ലോ എന്നാണ് പറയുന്നത്. അപ്പം ഞാനിത് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ കുറേ തറാവീഹ് നമസ്കരിച്ചിട്ടുണ്ട്, നമ്മൾ കുറേ നോമ്പ് പിടിച്ചിട്ടുണ്ട്, നമ്മൾ കുറേ ഖുർആൻ പാരായണങ്ങൾ, വായനകൾ, പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്, ദിക്റുകളും സലാത്തുകളും തസ്ബീഹുകളും നിർവഹിച്ചിട്ടുണ്ട്, ഖിയാമുൽ ലൈൽ നിർവഹിച്ചിട്ടുണ്ട്, സക്കാത്തും സദഖയായിട്ട് ധാരാളമായി നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പരിസമാപ്തി എന്നുള്ള നിലക്ക് നമ്മൾ നിരന്തരമായിട്ട് ഇനിയുള്ള രാപ്പകലുകൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. ഞാൻ ചെയ്തത് അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്ത നന്മകൾ, ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട് തമ്പുരാനെ, ആ നന്മകളെല്ലാം നീ സ്വീകരിക്കുമാറാകണമേ എന്ന ഒരു പ്രാർത്ഥന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രവർത്തനങ്ങൾക്കുള്ള ഒരു ബാക്ക് സപ്പോർട്ടായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കേണ്ടതുണ്ട്. അത് ഇമാമ് ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയുക എന്നതിനപ്പുറം നമ്മളും സ്വകാര്യമായി വ്യക്തിപരമായി പ്രാർത്ഥനകൾ നടത്തേണ്ടതുണ്ട്. ബാക്കിയുള്ളവർ പറയുന്നതിന് ആമീൻ പറയുന്ന ആമീൻ തൊഴിലാളികളായി മാത്രം നമ്മൾ നടന്നാൽ പോരാ. നമ്മൾ പലപ്പോഴും ആമീൻ തൊഴിലാളികളായിട്ടാണ് മാത്രം നടക്കുന്നത്. അങ്ങനെയല്ല, നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കണമെങ്കിൽ ഒതു എടുത്തു വന്ന് കൈയൊക്കെ മേലോട്ട് ഉയർത്തി അങ്ങനെയൊന്നും വേണ്ട. നമ്മുടെ ഭാഷയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. പല ഘട്ടത്തിൽ നമ്മൾ ഖുതുബയിൽ പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥനയുടെ ഭാഷ എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്നവൻ്റെ ഭാഷയാണ്, അല്ലാതെ അറബിയല്ല. പ്രാർത്ഥനയുടെ ഭാഷ പ്രാർത്ഥിക്കുന്നവൻ്റെ ഭാഷയാണ്. അത് ഇംഗ്ലീഷുകാരൻ ഇംഗ്ലീഷിലാണ്, മലയാളിക്ക് മലയാളത്തിലാണ്. അതുകൊണ്ട് മലയാളത്തിൽ മനസ്സ് തൊട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, മനസ്സറിഞ്ഞാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എന്താണ് തൻ്റെ നാഥനോട് ചോദിക്കുന്നത് എന്ന് ചോദിക്കുന്നയാൾ അറിയണം. ICUവിൻ്റെ മുൻപിൽ പോയി നമ്മളാരെങ്കിലും അങ്ങനെ അറബിയിൽ പ്രാർത്ഥിക്കുമോ? നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ ഇണകളോ നമ്മുടെ മക്കളോ ഒക്കെ ICUവിൽ കിടക്കുകയാണ്, ഡോക്ടർ പ്രാർത്ഥിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മളാരെങ്കിലും അവിടെ നിന്നിട്ട് അറബിയിലാണ് പ്രാർത്ഥിക്കുക? അല്ല, നമ്മളവിടെ നിന്ന് പച്ച മലയാളത്തിലേ പ്രാർത്ഥിക്കുകയുള്ളൂ. കാരണം അത് മനസ്സിൽ തൊട്ട പ്രാർത്ഥനയാണ്. ഒന്നാ പ്രാർത്ഥന ഒരുപക്ഷെ നമുക്ക് അറിയാൻ പാടുണ്ടാവില്ല ഇപ്പം ഇനി എന്താണ് പറയേണ്ടത് എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ മലയാളത്തിലാണ് പ്രാർത്ഥിക്കുക. കാരണം നമ്മുടെ മനസ്സിൽ തൊട്ട പ്രാർത്ഥനയായിരിക്കും അത്. അതുപോലെ തന്നെ ആയിരിക്കണം ഇതും. നമ്മൾ ചെയ്ത നന്മകൾ അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ അള്ളാഹുവേ, നീ ഇത് സ്വീകരിക്കണം, നിന്റെ കൽപ്പനകൾ അനുസരിച്ചാണ് ഞങ്ങളിത് ചെയ്തത് എന്നുള്ള നിലക്ക് നീ ഇത് സ്വീകരിക്കണം എന്ന് അള്ളാഹുവിനോട് കേഴുകയാണ് ഓരോ സത്യവിശ്വാസിയും ഇനിയുള്ള രാപ്പകലുകളിൽ ചെയ്യേണ്ടത്. അതിപ്പോൾ റമദാനിൽ മാത്രം അല്ല, എന്ത് ചെറിയ സംഗതി ചെയ്താലും എന്ത് വലിയ സംഗതി ചെയ്താലും മനസ്സിൽ നമ്മളൊന്ന് കരുതണം, തഖബ്ബൽ മിന്നാ, എന്നിൽ നിന്ന് അല്ലെങ്കിൽ ഞങ്ങളിൽ നിന്ന് ഇത് നീ സ്വീകരിക്കണമേ എന്ന ഒരു പ്രാർത്ഥനയുടെ അകമ്പടി എപ്പോഴും നമ്മുടെ എല്ലാ സൽപ്രവർത്തനങ്ങളുടെ കൂടെയും ഉണ്ടാകണം. അത് റമദാനിലാണെങ്കിലും റമദാനിലല്ലാത്തപ്പോഴാണെങ്കിലും അത് നമ്മുടെ ശ്രദ്ധയിൽ ഒന്നാമതായിട്ടുണ്ടാകണം. മറ്റൊന്ന്, വിശുദ്ധ ഖുർആനിലെ 59-ാം അധ്യായം സൂറത്തുൽ ഹശറിലെ ആയത്താണ് ഞാൻ തുടക്കത്തിൽ ഓതി വച്ചത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ വലാ തകൂനൂ കല്ലദീ നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും. സത്യവിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാ, സത്യവിശ്വാസികളെ തഖ്വ പാലിക്കണം, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. എന്നിട്ട് അള്ളാഹ് പറയുന്നത്, വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്താണ് ചെയ്തു വച്ചിട്ടുള്ളത് എന്ന് നിങ്ങളെല്ലാവരും ഒന്ന് നോക്കണം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നാളേക്ക് വേണ്ടി എന്താണ് ചെയ്തു വച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ നോക്കണം. വത്തഖുല്ല, പിന്നെയും അള്ളാഹ് പറയണം അള്ളാഹിനെ സൂക്ഷിക്കണം. അപ്പോൾ മുൻപിലും പിൻപിലും വത്തഖുല്ല എന്ന് പറഞ്ഞതിന് ശേഷം നടുവിലാണ് അള്ളാഹ് നിർത്തിയിട്ടുള്ളത്. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് ഓരോരുത്തരും നോക്കട്ടെ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നിട്ട് അള്ളാഹ് പറയുന്നു, വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും, നിങ്ങൾ പെട്ടുപോകരുത്, നിങ്ങൾ ആയിപ്പോകരുത്. കല്ലദീന നസുല്ലാ, അള്ളാഹുവിനെ വിസ്മരിച്ചവരായി നിങ്ങൾ ഒരിക്കലും ആയിപ്പോകരുത്. അങ്ങനെ ആയിപ്പോയാൽ
അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ തന്നെ വിസ്മൃതിയിൽ അകപ്പെടുത്തി കളയും എന്നാണ് അള്ളാഹ് പറയുന്നത്. അള്ളാഹുവിനെ വിസ്മരിച്ചവർ ആത്മവിസ്മൃതിയിൽ അകപ്പെടും. താൻ ആരാണ്, താൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, താൻ എന്താണ് എന്നുള്ള ആ ഒരു ബോധം പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല നഷ്ടപ്പെടുത്തി കളയും എന്നാണ് പറയുന്നത്. അഥവാ അള്ളാഹുവിനെ കുറിച്ചുള്ള വിസ്മൃതി ആത്മവിസ്മൃതിയിലേക്ക് നമ്മെ കൊണ്ടുപോയി എത്തിക്കും. എന്നിട്ട് അള്ളാഹ് പറയും, നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെക്കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മമായി നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെക്കുറിച്ചും അള്ളാഹു നന്നായി അറിയുന്നവനാണ്. വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ. അങ്ങനെ ആത്മവിസ്മൃതിയിൽ അകപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവർ തെമ്മാടികളാണ്. ലാ യസ്തവി അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്ന അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ. സ്വർഗത്തിന്റെ അവകാശികളും നരകത്തിന്റെ അവകാശികളും തുല്യരല്ല കേട്ടോ. വഅസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ, സ്വർഗത്തിന് അവകാശികളായിട്ടുള്ള ആളുകളാണ് അങ്ങേയറ്റം വമ്പിച്ച വിജയം കരസ്ഥമാക്കിയവർ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പിന്നെ നാളെ എന്ന് പറയുന്നത് നാളെയല്ല, ഇതിപ്പോൾ വെള്ളിയാഴ്ചയാണല്ലോ, ശനിയാഴ്ചത്തെ കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് നാളെ എന്ന് പറയുന്ന പരലോകത്തെക്കുറിച്ച്, പരലോകത്തേക്ക് എന്താണ് താൻ ചെയ്തു വച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് ഓരോരുത്തരും നോക്കട്ടെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പരലോകത്തേക്ക് വേണ്ടി എന്താണ് ചെയ്തു വച്ചിട്ടുള്ളത്? സാധാരണഗതിയിൽ നമ്മളെയൊക്കെ അലട്ടുന്ന പ്രശ്നം, നമ്മളെയൊക്കെ അസ്വസ്ഥപ്പെടുത്തുന്ന പ്രശ്നം, നാളത്തേക്ക് വേണ്ടി എന്ത് സമ്പത്താണ് ഈ ദുനിയാവിൽ ഇവിടെ താൻ സമ്പാദിച്ചു വച്ചിട്ടുള്ളത്, എന്താണ് താൻ ഉണ്ടാക്കി വച്ചിട്ടുള്ളത്, എന്താണ് മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത്, എന്താണ് തനിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത്, എത്ര കാശുണ്ടാക്കിയിട്ടുണ്ട്, എത്ര പണം ഉണ്ടാക്കിയിട്ടുണ്ട്, എത്ര ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ചുള്ള ചിന്തയാണ് നമ്മൾ ഓരോരുത്തരെയും അലട്ടുന്നത്. അഥവാ ഇഹലോകം സേഫാക്കാനാണ് നമ്മളെല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇഹലോകം എങ്ങനെ സേഫാക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ്. പരലോകത്തെക്കുറിച്ച് അല്പം പോലും അസ്വസ്ഥത നമുക്കില്ല. ഇത് വളരെ കരുതലോടുകൂടി നമ്മൾ ഓർക്കേണ്ട ഒരു സംഗതിയാണ്. ഇഹലോകത്തെക്കുറിച്ച് നമുക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്, പക്ഷേ നാളെ പരലോകത്തെക്കുറിച്ച് നമുക്ക് ഈ പറയുന്ന ഒരു അസ്വസ്ഥതയില്ല. എന്തുകൊണ്ടതില്ല എന്ന് ചോദിച്ചാൽ, എപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ അതിനെക്കുറിച്ച് പലപ്പോഴും നമുക്കുള്ളത് ഒരു വിശ്വാസം മാത്രമാണ്. അതിനപ്പുറം ഒരു ബോധ്യം, ആ ഒരു ബോധ്യത്തിൻ്റെ തലത്തിലേക്ക് നമ്മൾ വേണ്ടത്ര അളവിൽ ഉയർന്നിട്ടില്ല എന്നതാണ് നാളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ സന്നദ്ധമാകാത്തതിൻ്റെ കാരണം. നമ്മളെപ്പോഴും ഇന്നിനെക്കുറിച്ചാണ് ആലോചിച്ചത്, ഇവിടെ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവിടെ എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന്. ഒരിക്കൽ ഞാൻ ഒരു സഹോദരനെ ആശുപത്രിയിൽ സന്ദർശിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അദ്ദേഹത്തിന് തൊണ്ടയിൽ ക്യാൻസറായിട്ട്, വർഷങ്ങൾക്ക് മുമ്പാണ്, തൊണ്ടയിൽ ക്യാൻസറായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ച് ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു സംഗതിയുണ്ട്. അത് യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഒരു സിമ്പലാണ്, അല്ലെങ്കിൽ ആ വർത്തമാനം തന്നെ ഒരു സിംബോളിക്കാണ്. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, തൊണ്ടയിൽ ക്യാൻസറാണ്, അതിന് ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്കൊന്നും പേടിക്കാനില്ല, എനിക്കെന്തു നോക്കാനാണ്. മുമ്പ് പറയാണ്, എനിക്കെന്തു നോക്കാനാണ്, പെമ്മക്കളുണ്ടായി അതിനെ കെട്ടിച്ച്, ആ മക്കൾക്ക് ഓരോരുത്തർക്കും എല്ലാത്തിനും അത്യാവശ്യം സൗകര്യങ്ങളായി, ഇനിയിപ്പോൾ എനിക്കെന്തു നോക്കാനാണ്. ഒന്ന് ആലോചിക്കണം നമ്മൾ. ഇതാണ് ഭൂരിപക്ഷത്തിൻ്റെയും മാനസികാവസ്ഥ. നമ്മൾ ഇവിടെയൊക്കെ ചെയ്തു വച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ സംതൃപ്തനായി, എല്ലാവരും സംതൃപ്തനായി. ഇവിടെ ചെയ്യാതെ വരുമ്പോഴാണ് നമുക്ക് അസ്വസ്ഥത വരുന്നത്. നാളെ പരലോകത്ത് അദ്ദേഹത്തിന് അല്പം പോലും, നാളെ അള്ളാഹുവിൻ്റെ മുൻപിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്തായിരിക്കും അവസ്ഥ, അവിടത്തേക്ക് വേണ്ടി താൻ എന്താണ് ചെയ്തു വച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് നല്ലൊരു ശതമാനത്തെയും അലട്ടുന്നേയില്ല. ഈ അലട്ടലില്ലാത്തതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു സത്യമാണ്. താൻ ഏതാനും വർഷങ്ങൾ, അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾ, അല്ലെങ്കിൽ ഏതാനും ആഴ്ചകൾ, അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് താൻ ഇവിടെ നിന്ന് പോകേണ്ടവനാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു മൊട്ടുസൂചി പോലും മാറ്റിയിടാനുള്ള അവസരം തരില്ല, ഉണ്ടാവില്ല, കഴിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും നല്ല ബോധ്യം വേണം. ഇവിടെ കാര്യമായിട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ അങ്ങനെ ഒരുപാടൊന്നും ഉണ്ടാകേണ്ട കാര്യമേ ഇല്ല. ഇനി അങ്ങനെ ഉണ്ടാകാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ കൂടി നമുക്ക് കഴിയണം. ഈ സമ്പത്ത് ഉണ്ടായാലൊരു പ്രശ്നമുണ്ട്.
സമ്പത്തുണ്ടായാൽ നമുക്ക് തോന്നും അത് ഭയങ്കര സംഭവമാണെന്ന്. പക്ഷെ സമ്പത്തുണ്ടായി എന്നതുകൊണ്ടൊന്നും നമ്മൾ സംതൃപ്തമാകുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? സമ്പത്തുണ്ടായാൽ നമ്മളൊക്കെ സംതൃപ്തരാകുമെന്ന്? നിങ്ങൾ ഒരു ദിവസം ഒരു പഠനത്തിന് നിങ്ങൾ ഇറങ്ങ്, നാട്ടിൽ നിങ്ങളുടെ പ്രദേശത്ത് സമ്പത്തുള്ള ആളുകളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങളൊന്ന് പഠിക്കാൻ ഇറങ്ങ്. അപ്പോൾ അവർക്കറിയാം, നമുക്കറിയാൻ കഴിയും, അങ്ങനെ സമ്പത്തൊന്നും അവരെ ഒന്നും വല്ലാണ്ട് സംതൃപ്തിപ്പെടുത്തുന്നില്ല. ആരോ പറഞ്ഞതുപോലെ, എന്തൊക്കെ സമ്പത്തുണ്ടായാലും എനിക്ക് ഒരു പ്രാവശ്യം ഒരു മുറിയിലല്ലേ കിടക്കാൻ പറ്റുള്ളൂ. എന്തൊക്കെ സമ്പത്തുണ്ടായാലും ഒരു നേരം എൻ്റെ ഈ വയറിനകത്തുള്ളതല്ലേ തിന്നാൻ പറ്റുള്ളൂ. എന്താണെങ്കിലും അത്രയല്ലേ പറ്റുള്ളൂ, അതിൽ കൂടുതൽ പറ്റില്ലല്ലോ. അപ്പൊ സമ്പത്ത് ഉണ്ടാകുന്നതിന് ഇസ്ലാം എതിരൊന്നുമല്ല. അങ്ങനെയൊന്നും ആരും ധരിക്കേണ്ടതില്ല. ഹലാലായ മാർഗത്തിലൂടെ എത്രയും സമ്പാദിക്കാൻ ഒരു സത്യവിശ്വാസിക്ക് ഇസ്ലാം അനുവാദം നൽകിയിട്ടുണ്ട്. പുതിയ കാലത്ത് സത്യവിശ്വാസിയുടെ കയ്യിൽ അത്തരം നല്ല പണം ഉണ്ടാകൽ അള്ളാഹുവിൻ്റെ ദീനിനും സമുദായത്തിനും എല്ലാറ്റിനും ആവശ്യവുമാണ്. പക്ഷെ ഒരു കാര്യമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഒന്ന്, നല്ല രൂപത്തിലേ അത് സമ്പാദിക്കാൻ പാടുള്ളൂ. രണ്ടാമത്തേത്, സക്കാത്ത് അടക്കമുള്ള ബാധ്യതകൾ അതിൻ്റെ തീർക്കണം. എപ്പോഴും നമ്മൾ അള്ളാഹിനോട് സമ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതുകൂടി ചേർത്തിട്ടേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഇത് കൈകാര്യം ചെയ്യാൻ, ഇത് അർഹരപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള ഒരു മനസ്സുകൂടി എനിക്ക് നൽകണമേ തമ്പുരാനെ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ എനിക്ക് പണം തന്നെ തമ്പുരാനെ, എനിക്കൊരു ബംഗ്ലാവ് ഉണ്ടാക്കാനുള്ള ഭാഗ്യം തന്നെ തമ്പുരാനെ, എനിക്ക് ഓടി വാങ്ങാനുള്ള ഭാഗ്യം ഉണ്ടാക്കണേ തമ്പുരാനെ എന്നല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ കാശുണ്ടായി എന്നതുകൊണ്ട് എല്ലാമായി എന്നും നമ്മൾ വിചാരിക്കരുത്. കാശുണ്ടായവരൊക്കെ അങ്ങേയറ്റത്തെ സംതൃപ്തരാണെന്ന് അത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. അവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ സൂക്ഷ്മമായി പെനട്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അവരുടെ ജീവിതത്തിൽ ഒരുപാട് പുകച്ചിലുകളും പുകയലുകളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ട്. കാശ് അവിടെ യാതൊരുവിധ സ്വാധീനവും ഇല്ലാതെ കാശ് ബാങ്കിലായിട്ടും ടേബിളിൻ്റെ പുറത്തായിട്ടും ഒക്കെ ഉണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് നമ്മളൊരു പഠനത്തിൽ ഇറങ്ങുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മൾ റമളാനിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു, ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ പ്രഗത്ഭരായ ഏതാനും ഡോക്ടർമാരിൽ ഒരാളാണ് നമ്മുടെ ലേക്ക് ഷോർ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ ജോർജ് പി അബ്രഹാം എന്ന് പറയുന്ന നെഫ്രോളജിസ്റ്റ്. ലോകത്തിലെ തന്നെ പ്രഗത്ഭരായ ഏതാനും എണ്ണം പറഞ്ഞ ഡോക്ടർമാരിൽ പ്രഗത്ഭനാണ് അദ്ദേഹം. 2600 കിഡ്നിയാണ് അദ്ദേഹം ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ളത്. 2600 പേരുടെ കിഡ്നിയാണ്. 26,000 പേരുടെ കിഡ്നിയുമായി ബന്ധപ്പെട്ട ഓപ്പറേഷനാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് എന്ന് പറയപ്പെടുന്നു. പത്രങ്ങളിൽ വന്ന വാർത്തയുടെ ഭാഗമാണിതല്ല. അതുമാത്രമല്ല, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു മാസം ലഭിക്കുന്ന ശമ്പളം ആയിട്ട് ലഭിക്കുന്നത് എന്ന് പറയപ്പെടുന്നത് ഒരു ആധികാരികമായ സ്രോതസ്സിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയതല്ല. എന്നാലും അറിയപ്പെടുന്ന ഒരു മീഡിയയിൽ വന്നതനുസരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു മാസത്തിലെ ശമ്പളം എന്ന് പറയുന്നത് 50 ലക്ഷം രൂപയാണ് എന്നാണ് പറയുന്നത്. 50 ലക്ഷം രൂപയാണ്. ഒരുപാട് ആളുകളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ മനുഷ്യനാണ് അദ്ദേഹം. എന്നിട്ട് തനിക്കൊരു ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഒരു മുഴം കയറിൽ അദ്ദേഹം ജീവിതം ഒടുക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് പണത്തിന് കുറവില്ല, അദ്ദേഹത്തിന് അംഗീകാരത്തിന് കുറവില്ല, സ്വാധീനത്തിന് കുറവില്ല. ലേക്ക് ഷോറിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സേവനം അവസാനിപ്പിച്ച് പുറത്തോട്ടിറങ്ങിയാൽ നിലത്ത് പോലും കാലി ചവിട്ടാൻ അദ്ദേഹത്തെ അനുവദിക്കില്ല. അപ്പം തന്നെ ആളുകൾ അദ്ദേഹത്തെ കൊണ്ടുപോകും. അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ജോർജ് പി അബ്രഹാം എന്ന് പറയുന്ന ഡോക്ടർ. അദ്ദേഹത്തിന് പണത്തിൻ്റെ എന്ത് കുറവുണ്ടായത്? ഇനി 50 ലക്ഷം വേണ്ട, 25 ലക്ഷം തന്നെ മാസം കിട്ടുമെങ്കിൽ അദ്ദേഹത്തിന് വല്ല കുറവുണ്ടാവോ? അപ്പോൾ പണത്തിന് അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നല്ലേ അതിനർത്ഥം. പണത്തിന് പിടിച്ചു നിർത്താൻ കഴിഞ്ഞു. അദ്ദേഹം സർജറി ചെയ്ത, കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആളുകൾ ഒരുപാട് വിഷമങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടാകും. പക്ഷേ എന്നിട്ട് അവരാരും ആത്മഹത്യയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അത് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ പേര് നടക്കുന്ന ആളുകളുണ്ടാകും. പക്ഷേ ഇത് ചെയ്തു കൊടുത്ത മനുഷ്യൻ ഇന്ന് ഈ ദുനിയാവിൽ ഇല്ല എന്നുകൂടി നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യൻ എന്ന് പറയുന്നത്. ഇവിടെ വിശ്വാസത്തിനൊക്കെ ശക്തമായ സ്വാധീനമുണ്ട്. പണത്തിനും അതുപോലെ തന്നെ സൗകര്യങ്ങൾക്കുള്ള സ്വാധീനത്തെക്കാൾ അപ്പുറം തൻ്റെ കരുത്തുറ്റ വിശ്വാസത്തിന് ശക്തമായ സ്വാധീനമുണ്ട്. അതുകൊണ്ട് പണം എന്ന് പറയുന്നത് എല്ലാമാണ് എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. ഞാനിത് പറയുന്നത് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ, നമ്മുടെ പലതും നഷ്ടപ്പെടുത്തി കളയുന്നത് ഈ പണത്തിൻ്റെ പുറകിൽ ഓടാനുള്ള ത്വരയാണ്. ഒരു കൂട്ടർ മക്കളെ നന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുറകെ ഓടും. മക്കളെ എവിടെയെങ്കിലും നല്ലൊരു നിലയിലെത്തിക്കണം. ഞാൻ നിങ്ങളോട് പറയുന്നു, മക്കളെ സന്മാർഗത്തിലാക്കാനും മക്കളെ നേരെ ചൊവ്വെ കഞ്ചാവിനും അതുപോലെ തന്നെ മയക്കുമരുന്നിനും അടിമപ്പെടാതിരിക്കാനും ഒക്കെയായി മക്കളെ ചേർത്ത് പിടിച്ച് നമ്മൾ കൊണ്ടുപോകണം. എന്ന് പറയുമ്പോൾ അവർ ആവശ്യപ്പെടുന്നതൊക്കെ വാങ്ങിക്കൊടുക്കണം എന്നുള്ള നിലക്കല്ല.
അല്ലാതെ തന്നെ അവർ പറയുന്നത് കേൾക്കാനും അവരെ സ്നേഹിക്കാനും അവരെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകാനും അവരെ നന്മയുടെ മാർഗത്തിലൂടെ നടത്താനും നമ്മൾ ശ്രമിക്കണം. പക്ഷെ ഒരു കാര്യത്തിൻ്റെ പുറകിൽ നമ്മൾ പോകരുത്. അവർക്ക് വേണ്ടി സമ്പാദിച്ച് നമ്മുടെ പരലോകം നഷ്ടപ്പെടുന്ന പണിക്ക് നമ്മൾ നിൽക്കരുത്. മക്കളെ നമ്മൾ സ്വയം പ്രാപ്തരാക്കണം, സെൽഫ് സഫീഷ്യൻ്റ് ആക്കണം നമ്മൾ. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല, അതിനൊന്നും ശ്രമിക്കുന്നതിന് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മളിൽ പലരും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി, മക്കളെ വലുതാക്കാൻ വേണ്ടി, മക്കളെ ഒരു നിലയിലെത്തിക്കാൻ വേണ്ടി ഉള്ള ഹറാമിലൊക്കെ ചെന്ന് കുടുങ്ങി ഹറാമും ഹലാലും തമ്മിൽ വേർതിരിച്ചറിയാതെ പണമുണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. അവസാനം നമ്മൾ എവിടെ ചെന്നും എന്ന് ചോദിച്ചാൽ, നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ജീവിതം നായ നക്കിയതുപോലെയാവും. നമ്മുടെ ജീവിതം നായ നക്കിയതുപോലെയാവും മക്കളുടെ പുറകിൽ നടന്ന്. മക്കളുടെ പുറകിലൊക്കെ നടക്കാം, അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. അതിനപ്പുറം നമ്മൾ മക്കളുടെ പുറകിൽ നടന്ന് നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ ജീവിതം അല്ലെങ്കിൽ തന്നെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കി ഒരു മനുഷ്യൻ അയാളുടെ ജീവിതം മുഴുവൻ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ എത്രയോ ആളുകളെ നമ്മുടെ നാട്ടിൽ കാണുന്നു, ആ ഉണ്ടാക്കിയതൊന്നും അല്പം പോലും അനുഭവിക്കുന്ന അവർക്ക് കഴിഞ്ഞില്ല. ഉണ്ടാക്കിയൊക്കെ ഒന്ന് ചേറിലിരുന്ന് ആസ്വദിക്കാമെന്ന് വിചാരിക്കുന്ന ഘട്ടത്തിലായിരിക്കും അവർക്ക് മാരകമായ രോഗങ്ങൾ വന്ന് പെടുന്നത്. പിന്നെ ആ ചികിത്സയുടെ പുറകിൽ നടക്കുകയാണ്. പിന്നെ അതൊക്കെ ആസ്വദിക്കുന്നത് ആരാ? അത് ഉണ്ടാക്കിയതിൽ അല്പം പോലും പങ്കില്ലാത്ത തൻ്റെ മക്കളായിരിക്കും അത് ആസ്വദിക്കുക. അത് ആസ്വദിക്കുന്നതിൻ്റെ രൂപമാകട്ടെ ചിലപ്പോൾ ഹറാമായ രൂപത്തിലായിരിക്കും. പലപ്പോഴും നാം അധ്വാനിച്ച് നമസ്കാരവും വേണ്ടെന്ന് വെച്ച്, മറ്റു പല നന്മകളും വേണ്ടെന്ന് വെച്ച്, സക്കാത്തും കൊടുക്കാതെ സദക്കയും കൊടുക്കാതെ ഈ ഉണ്ടാക്കിയ പണങ്ങളെല്ലാം അതിനല്പം പോലും വിയർപ്പ് തുള്ളി ചെലവാക്കാത്ത മക്കൾ കൊണ്ടുപോയി ഹറാമായ മാർഗത്തിലൂടെ ആർഭാടത്തിൻ്റെയും ധൂർത്തിൻ്റെയും ദുർവ്വയത്തിൻ്റെയും മാർഗത്തിൽ ചെലവഴിക്കുന്ന കാഴ്ചയാണ് പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്ന അങ്ങനെയൊന്നും നമ്മൾ ചിന്തിച്ചു പോകേണ്ടതില്ല. ആദ്യം നമ്മൾ വേണ്ടത് ഈ പരലോകം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്, അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ. അവിടെ പാളിപ്പോകുന്ന ഒരു പണിക്കും നമ്മൾ നിൽക്കരുത്. അവിടെ മറുപടി പറയേണ്ടി വരുന്ന ഒരു സമ്പത്തും നമ്മൾ ഉണ്ടാക്കരുത്. അവരുടെ മറുപടി പറയേണ്ടി വരുന്ന രൂപത്തിൽ നമ്മൾ കൊടുക്കാതിരിക്കുന്ന ഒരു പ്രവണത നമുക്കുണ്ടാകരുത്. സമ്പത്തുണ്ടാക്കണം, അത് ആവശ്യക്കാർക്ക് കൊടുക്കണം. എല്ലാവരെയും അള്ളാഹു സമ്പത്തുണ്ടാക്കാൻ കഴിവ് നൽകിയുള്ളൂ. ബുദ്ധിയും ഒക്കെ ഒരു പരിധി വരെ സമ്പത്തുണ്ടാക്കാനൊക്കെ ഉപകാരപ്പെടുന്നുള്ളൂ. അതിനൊക്കെ അപ്പുറം അള്ളാഹുവിൻ്റെ ഒരു മഹതായ ഫളില് അതിൻ്റെ ഒക്കെ പുറകിലുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് സമ്പത്ത് കിട്ടിയ ആളുകൾ ഇതെൻ്റെ കഴിവുകൊണ്ടുണ്ടായതാണ് എന്നൊന്നും നമ്മളാരും ധരിക്കേണ്ടതില്ല. അങ്ങനെയൊന്നും നമ്മൾ ധരിപ്പിക്കേണ്ടതുമില്ല. അപ്പം അതുകൊണ്ട് ജീവിതത്തെ നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. മറ്റൊരു സംഗതി പറയാനുള്ളത്, എനിക്ക് എൻ്റെ ഖുതുബ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, ആരാധനകളാണ് നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കുന്നത് പരലോകത്ത് എന്ന്, ആരാധനകൾ മാത്രമാണ് അല്ലെങ്കിൽ ആരാധനകളുടെ ആധിക്യമാണ് എന്ന് നമ്മളാരും വിചാരിക്കരുത്. ആരാധനകളില്ലാതെ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. പക്ഷെ ആരാധനകളാണ് നമ്മളെ സ്വർഗത്തിൽ എത്തിക്കുന്നത് എന്ന് നമ്മളാരും വിചാരിക്കരുത്. ആരാധനകൾക്കുള്ള റോള് വാഹനത്തിന് പെട്രോളിൻ്റെ റോളാണ് ഉള്ളത്. റോളാണുള്ളത്. ഒരു വാഹനത്തിനകത്ത് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു എന്ന് വിചാരിച്ച് വാഹനം ലക്ഷ്യത്തിലെത്തുമോ? എവിടെയെങ്കിലും എത്തുമോ വാഹനം? ഒരു വാഹനത്തിനകത്ത് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു വെച്ചു, എന്തുകൊണ്ട് എത്തൂല. പകരം എന്തു വേണം? ആ വാഹനത്തിൽ കയറിയിരുന്ന് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റിയറിങ് തിരിക്കേണ്ടിടത്തൊക്കെ തിരിച്ച്, ഗട്ടർ വരുന്നിടത്ത് ചവിട്ടി, ഹമ്പ് വരുന്നിടത്ത് ചവിട്ടി, അതുപോലെ തന്നെ വളരെ കെയർഫുള്ളായിട്ട് ദിശ കൃത്യമായി നിർണയിച്ച്, ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണെങ്കിൽ ഗൂഗിൾ മാപ്പ് ഇട്ട് ദിശ വളരെ കൃത്യമായി നിർണയിച്ച്, ആക്സിലേറ്റർ കൊടുക്കേണ്ടിടത്ത് ആക്സിലേറ്റർ കൊടുത്തും, സ്പീഡ് നിയന്ത്രിക്കേണ്ടിടത്ത് സ്പീഡ് നിയന്ത്രിച്ചു ഒക്കെ പോയാൽ മാത്രമാണ് ഇയാൾക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റുള്ളൂ. അല്ലാതെ എൻ്റെ വണ്ടിയിൽ ഫുൾ ടാങ്ക് പെട്രോൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റുമോ? ലക്ഷ്യത്തിലെത്താൻ പറ്റില്ല. പക്ഷേ ഇയാൾ ഇതൊക്കെ ചെയ്താലും പെട്രോൾ ഇല്ലാതെ ലക്ഷ്യത്തിലെത്താൻ പറ്റുമോ? അതും പറ്റില്ല. ഈ ബന്ധമാണ് ജീവിതം മൂല്യാധിഷ്ഠിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. പരമാവധി സത്യസന്ധമായ വർത്തമാനം, നീതിപൂർണമായ ഇടപെടലുകൾ, സാമ്പത്തിക ഇടപാടിലെ കൃത്യത, മാതാപിതാക്കളോടുള്ള മാന്യമായ പെരുമാറ്റം, ഇണകളോടുള്ള ആരോഗ്യകരമായ സമീപനം, മക്കളോടുള്ള നല്ല സമീപനം, അങ്ങനെയുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല മദ്യപാനത്തിൽ നിന്നും വിട്ടുനിൽക്കുക, അശ്ലീല പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, വ്യഭിചാരം പോലുള്ള സംഗതികളിൽ നിന്നും മയക്കുമരുന്ന് പോലുള്ള സംഗതികളിൽ നിന്നൊക്കെ പാടെ വിട്ടുനിൽക്കുക. അങ്ങനെ മൂല്യാധിഷ്ഠിതമായ ഒരു ജീവിതം, ആ മൂല്യാധിഷ്ഠിതമായ ജീവിതം നയിക്കണമെങ്കിൽ വാഹനം കൊണ്ടുപോകുമ്പോൾ ചിലയിടത്ത് ചവിട്ടേണ്ടി വരും, ചിലയിടത്ത് ഹമ്പ് ചാടുമ്പോൾ വീണ്ടും ചവിട്ടേണ്ടി വരും, വളവിൽ തിരിക്കുമ്പോൾ സൂക്ഷിച്ച് തിരിക്കേണ്ടി വരും. ഒരൊറ്റ തിരിക്കൽ സാധ്യമാവില്ല, എങ്ങോട്ടെങ്കിലും ഓടിച്ചു കൊണ്ടുപോയാൽ ശരിയാവില്ല. ഈ സൂക്ഷ്മതകളൊക്കെ ഒരു വാഹനം കൊണ്ടുപോകുമ്പോൾ നമ്മൾ എത്രമാത്രം നോക്കുന്നുവോ അതുപോലെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കണം.
എങ്കിലാണ് നമ്മളെ പരലോകത്തിൽ ലക്ഷ്യത്തിലെത്തിക്കുകയുള്ളൂ. അല്ലാതെ ആരാധനകളുടെ ഒരു കൂമ്പാരം നമ്മുടെ കയ്യിലുണ്ട്, ജീവിതം നമ്മളെ ഇഷ്ടം പോലെ തോന്നിയ പോലെ വർത്തമാനം പറയുക, തോന്നിയ പോലെ സമ്പാദിക്കുക, തോന്നിയ പോലെ ചെലവഴിക്കുക, ആർഭാടവും ദൂർത്തും ഒക്കെ നടത്തുക, ഇത് ലക്ഷ്യത്തിലെത്തിക്കൂല. ആരാധന ഇവിടെ കിടക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ റമദാനിൽ ഒരുപാട് ആരാധനകളൊക്കെ നിർവഹിച്ചിട്ടുണ്ട്. അതൊക്കെ അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ആരാധനകളൊക്കെ നിർവഹിക്കുമ്പോൾ തന്നെ ജീവിതത്തെ മൂല്യാധിഷ്ഠിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. അതുമാത്രമേ ജീവിതത്തെ നമുക്ക് നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വിധേയമാക്കി മാറ്റി അവൻ്റെ തൃപ്തിയും സ്വർഗവും കരസ്ഥമാക്കാൻ കഴിയുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ.